എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇപ്പോൾ ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ന് ഭഗവതി സേവയെക്കുറിച്ചാണ്. അതോടുകൂടി അപ്രകാരമുള്ള വീഡിയോ നിർത്തുകയാണ്. ഇനി മറ്റൊരു വീഡിയോകളായിട്ട് നമുക്ക് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാനനമകയലന്നേ രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഇന്നത്തെ വിഷയം എന്താണ്? ഭഗവതി സേവയെക്കുറിച്ചാണ്. ഭഗവതി സേവ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രതിഷ്ഠ ചെയ്ത് പൂജിക്കുന്നതോ കുടിവെച്ച് പൂജിക്കുന്നതോ അല്ല. നമ്മൾ ഭഗവതിയെ ക്ഷണിച്ചു വരുത്തി നമ്മൾ ഭംഗിയായ വിടത്തിലിരുത്തി ഭഗവതിക്ക് വേണ്ടതായിട്ടുള്ള നിവേദ്യവും പൂജകളും നൽകി ഭഗവതിയെ പ്രസന്നയാക്കി അനുഗ്രഹം നേടുകയാണ് നമ്മൾ ഭഗവതി സേവയിൽ കൂടെ നേടിയെടുക്കുന്നത്. അതിന് ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഭംഗിയായി അഷ്ടതള പത്മം വരയ്ക്കുകയാണ്. പഞ്ചവർണ്ണ പൊടി കൊണ്ട് അഷ്ടതള പത്മം നിർമ്മിച്ച് അതിൽ നെല്ല്, അരി, പുഷ്പം, ദർഭ എല്ലാം വെച്ച് അതിൻ്റെ നിറകിലൊരു ഇലനറുക്ക് വെച്ച് ഒരു വലിയ നിലവിളക്ക് ആ പത്മത്തിൻ്റെ നടുക്കിൽ വയ്ക്കും. ആ വിളക്കിലാണ് നമ്മൾ ഭഗവതിയെ കൽപ്പിച്ച് പൂജിക്കുന്നത്. അതിനുശേഷം പത്മത്തിൻ്റെ 4 ദിശയിലും ഓരോ 4 മൂലകളിലും ഓരോ നിലവിളക്ക് വയ്ക്കും. അതിലെല്ലാം ഈരണ്ടേശ തിരി കിഴക്ക് പടിഞ്ഞാറായിടും. നടുക്കിലത്തെ വിളക്കിൽ 7, 11, 5 എന്ന തരത്തിൽ ഓരോരുത്തർക്കും അനുസരിച്ച് അവരിടും. അതിനുശേഷം നിലവിളക്കുകളെല്ലാം തെളിയിച്ച് വിറ്റില, അടക്ക, ദക്ഷിണകളെല്ലാം ഗണപതിക്കും ഗുരുവിനും ഭഗവതിക്കും സമർപ്പിച്ച് ആ 4 വിളക്ക് 4 കോണിൽ വയ്ക്കുന്നതിൽ 2 വിളക്കിൽ ഒന്നിൽ ഗുരുവിനെയും ഒന്നിൽ ഗണപതിയെയാണ് പൂജിക്കുക. അപ്പോൾ ഗണപതിയെയും ഗുരുവിനെയും പൂജിക്കുവാനായിട്ട് ഒരിലച്ചീന്തിൽ അല്പം പഴമോ ശർക്കരയോ എന്തൊക്കെ വെച്ചിട്ട് ഗുരുപൂജ കഴിഞ്ഞ് ഗണപതി പൂജ നടത്തും. ഭഗവതിക്ക് ആ നടുക്കിലത്തെ നിലവിളക്കിൽ പട്ടുകൾ ചേർത്തുന്നവരുണ്ട്, പുഷ്പകരം ചേർത്തുന്നവരുണ്ട്, പുഷ്പം ചന്ദനം ചേർത്തും. അതിനുശേഷം പൂജാദ്രവ്യങ്ങളെല്ലാം ഒരുക്കി വെച്ച് പൂജാരി പൂജ ആരംഭിക്കുകയാണ്. ശരീരശുദ്ധി, അതാണ് ദേഹശുദ്ധി. പിന്നെ തീർത്ഥം ഉണ്ടാക്കൽ, ശംഖുപുരാണം, കുറിയും പുഷ്പം ചൂടൽ, ആത്മാരാധന, ഇതെല്ലാം ചെയ്ത് ഭഗവതിയെ നിശ്ചയിച്ച പീഠത്തിലേക്ക് ആവാഹിക്കുക. അതായത് ഈ പത്മം ഭഗവതിയുടെ പീഠമാണ്. അവിടെ ആ വിളക്കിലേക്ക് ഭഗവതി ആവാഹിച്ച് ഭഗവതിയെ കൊടിവിളക്ക്, അഷ്ടഗന്ധം പുകച്ച് ജലം, ചന്ദനം, പുഷ്പം എന്നിവ കൊണ്ട് പൂജിക്കും. ദേവിക്ക് വേണ്ട നിവേദ്യങ്ങൾ, വെള്ള നിവേദ്യം, ശർക്കര പായസം, അപ്പം, അട എന്നിവയെല്ലാം ഭഗവതി സേവയ്ക്ക് വയ്ക്കാറുണ്ട്. ആഡംബരമായും ആഡംബരം കുറഞ്ഞും ചെയ്യുന്നുണ്ട്. ആഡംബരം കുറഞ്ഞോടത്താണെങ്കിൽ എന്ത് ചെയ്യും? ഒരു നേരത്തെ പൂജയാണ് ഉണ്ടാവുക സന്ധ്യയ്ക്ക്. അപ്പോൾ ഒരു പായസം, ഒരു വെള്ള നിവേദ്യമൊക്കെ ഉണ്ടാവുള്ളൂ. ആഡംബരമായി ചെയ്യുന്നവർ 3 നേരമായിട്ട് ചെയ്യും. തൃക്കാല ഭഗവതി സേവ എന്നാണ് പറയുക. രാവിലെ സരസ്വതി ഭാവം, ഉച്ചയ്ക്ക് ലക്ഷ്മി ഭാഗം, വൈകിട്ട് ദുർഗാ കാളി സങ്കല്പത്തിലാണ് 3 നേരമാകുമ്പോൾ പൂജിക്കുക. അങ്ങനെ ദേവിയെ പ്രസാദങ്ങളെല്ലാം വെച്ച് നിവേദിച്ച് പൂജ കഴിഞ്ഞാൽ പിന്നെ അർച്ചനയാണ്. പുഷ്പങ്ങൾ, അതുപോലെ അരി, മഞ്ഞൾ കലർത്തി അല്ലെങ്കിൽ കുങ്കുമം കലർത്തി ഒക്കെ വെച്ചിട്ടുണ്ടാകും. കുങ്കുമം ഉണ്ടാവും, ചുമന്ന കുങ്കുമം. അങ്ങനെ അതുകൊണ്ട് ലളിതാ സഹസ്രനാമം
ഭഗവതിയുടെ 1000 നാമങ്ങൾ ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ട് ഒരേ മന്ത്രം ജപിച്ചുകൊണ്ട് തിരുമേനി ഈ വിളക്കിൻ്റെ മുന്നിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കും, കുങ്കുമം അർപ്പിക്കും, അതേപോലെ അരി, ഇതെല്ലാം ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരെല്ലാം ഭഗവതി സേവയ്ക്ക് പേര് കൊടുത്തിട്ടുണ്ടോ അവരുടെ പേരും നാളും അർപ്പിക്കും. അവർക്ക് കുടുംബത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ പേരിലും അർച്ചന നടത്തുന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കൽപ്പൂരാരാധി ചെയ്ത് അതിലെ കുങ്കുമവും പൂവും ഭക്തർക്ക് പ്രസാദമായി നൽകും. പിന്നെ ഭഗവതിയെ യഥാസ്ഥാനത്തേക്ക് അയച്ച് പത്മത്തിലിരിക്കുന്ന വിളക്കൊന്ന് ചലിപ്പിച്ച് അവിടെ വെച്ച് പൂജ അവസാനിപ്പിക്കും. അപ്പോൾ ഇതാണ് ഭഗവതി സേവയെക്കുറിച്ച് ഒരു ലളിതമായ ഒരു കാര്യം. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോകളാണ് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.